ശരിക്കും പറഞ്ഞാൽ നമ്മളെ സിനിമാ ലോകത്തും അല്ല, നമ്മുടെ ഇന്ത്യയിൽ തന്നെയും യുവജനങ്ങളിൽ ഹൃദയാഘാതം വന്ന് നമ്മളെയൊക്കെ വിഷമിപ്പിക്കുന്ന സാധാരണ സംഭവങ്ങളാണ്. കർണാടകയിലെ പുനീത് രാജകുമാറിനായാലും ആക്ച്വലി നമ്മുടെ കേരളത്തിലെ എല്ലാവരും പറയുന്നത് കലാകാരന്മാർ തന്നെ ഏറ്റവും വിശുദ്ധമായ രീതിയിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ദുശീലങ്ങളൊന്നുമില്ലാത്ത കലാഭവൻ നവാസിൻ്റെ കാര്യമായാലും നമ്മളെ ഒന്ന് പേടിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അദ്ദേഹത്തിന് നെഞ്ചുവേദന വന്നോ ഇല്ലയോ, അതെന്താണ് ശരിക്കും മനു ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഇവർക്ക് ഈ രോഗം വരികയും പെട്ടെന്ന് ചികിത്സ കിട്ടാതിരിക്കുകയും ചെയ്യുന്നത്? മനുവിൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താണ്? നമുക്കറിയാം ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുന്നത് ഹൃദ്രോഗം മൂലമാണ്. ഈ ഹൃദയാഘാതം, അതായത് ഹൃദയത്തിൻ്റെ പേശികൾ കൊടുക്കുന്ന രക്തക്കൊള്ളാത്ത തടസ്സം വരുമ്പോഴാണ് ഈ ഹൃദയാഘാതം വന്ന് പെട്ടെന്നുള്ള മരണം സംഭവിക്കുന്നത്. പഠനങ്ങൾ പറയുന്ന 70% പെട്ടെന്നുള്ള ഹൃദയാഘാതം അല്ലെങ്കിൽ പെട്ടെന്നുള്ള മരണവും പൂർണ്ണ ആരോഗ്യന്മാരിലായിരിക്കും സംഭവിക്കുന്നത്. അതിന് തൊട്ട് മുമ്പ് വരെ രോഗിക്ക് യാതൊരു ബുദ്ധിമുട്ടും കാണത്തില്ല. അപ്പോൾ ഈ ഹൃദയാഘാതം നമുക്ക് തടയാനുണ്ടെങ്കിൽ ഹൃദയാഘാതം വരാനുള്ള കാരണങ്ങൾ നമ്മൾ അറിയിക്കണം. പ്രധാനമായിട്ടും 4 കാരണങ്ങളാണ്. ഒന്ന് പ്രഷർ, ഒന്ന് ബ്ലഡ് ഷുഗർ, ഒന്ന് കൊളസ്ട്രോൾ, ഒന്ന് പുകവലി. അപ്പോൾ 20 വയസ്സ് വെച്ചുള്ള എല്ലാ വ്യക്തികളും വർഷത്തിൽ ഒരിക്കലെങ്കിലും അവരുടെ ബ്ലഡ് പ്രഷർ, ബ്ലഡ് ഷുഗർ, ബ്ലഡ് കൊളസ്ട്രോൾ പരിശോധിച്ച് പരിധിക്കുള്ളിലാക്കി വെക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. പിന്നെ പുകവലി പോലുള്ള ദുശീലങ്ങളുണ്ടെങ്കിൽ പുകവലി പാടില്ല. ഇപ്പോൾ ഈ മനസ്സിലാക്കി ഈ 2 ചലച്ചിത്രകാരന്മാർ അവർ പൂർണ്ണ ആരോഗ്യന്മാരായിരുന്നു, സ്ഥിരം ജിമ്മിൽ പോകുന്നവരായിരുന്നു, അവർക്ക് പ്രത്യേകിച്ച് ദുശീലങ്ങളൊന്നും ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷേ അവരുടെ ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ അവരുടെ ബ്ലഡ് ഷുഗർ, ബ്ലഡ് കൊളസ്ട്രോൾ ഇതിനെല്ലാം സൈലന്റ് കില്ലേഴ്സ് എന്നാണ് പറയുന്നത്. അതായത് ഇത്തരം അസുഖങ്ങൾ നമ്മൾ യാദൃശ്യമായിട്ട് ആശുപത്രി പോയി ചെക്ക് ചെയ്ത് നോക്കുമ്പോഴായിരിക്കും നമ്മുടെ ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ ബ്ലഡ് ഷുഗർ, ബ്ലഡ് കൊളസ്ട്രോൾ പരിധിക്ക് പുറത്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ആദ്യത്തെ ഒരു 5-10 കൊല്ലത്തേക്ക് അവർക്ക് ഈ ബ്ലഡ് പ്രഷറോ ബ്ലഡ് ഷുഗറോ ബ്ലഡ് കൊളസ്ട്രോളോ പ്രത്യേകിച്ച് രോഗലക്ഷണങ്ങളൊന്നും ഉണ്ടാക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് 20 വയസ്സ് കഴിയുമ്പോൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മുടെ ബ്ലഡ് പ്രഷർ, ബ്ലഡ് ഷുഗർ, ബ്ലഡ് കൊളസ്ട്രോൾ നോക്കി പരിധിക്കുള്ളിലാണോ എന്നുള്ളത് നോക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായ കാര്യം. TMD ഒക്കെ എല്ലാവരും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അല്ല, നമ്മൾ ഇന്നിപ്പോൾ പറഞ്ഞ പോലെ 70% ഹാർട്ട് അറ്റാക്കും വരുന്നത് തൊട്ട് മുമ്പ് രോഗി യാതൊരു ബുദ്ധിമുട്ടും കാണത്തില്ല. അപ്പോൾ നമ്മൾ അത്തരം രോഗികൾക്ക് എക്കോ TMD ഒക്കെ ചെയ്താലും പ്രത്യേകിച്ച് കാണത്തില്ല. കാരണം എക്കോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നേരത്തെ ഒരു ഹൃദയാഘാതം വന്ന രോഗികൾക്ക് മാത്രമേ അതിൻ്റെ തെളിവുകൾ കാണിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ട്രെഡ്മിൽ ടെസ്റ്റിൽ പോസിറ്റീവ് ആണെങ്കിൽ ഹൃദയത്തിൻ്റെ ഏതെങ്കിലും ഒരു രക്തധമനിക്കകത്ത് 70% മേലെ ചുരുക്കുണ്ടെങ്കിൽ മാത്രമേ TMD കാണിക്കൂ. ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് രോഗം ഉണ്ടോ എന്ന് അറിയാൻ, പ്രകടമായ രോഗം ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. പക്ഷേ ഈ TMD നോർമൽ ആണെങ്കിലും എക്കോ നോർമൽ ആണെങ്കിലും ആ രോഗിക്ക് എപ്പോൾ വേണമെങ്കിലും ഹൃദയാഘാതം വരാം. അതായത് ഈ ആകസ്മികമായ ഹൃദയാഘാതം പലപ്പോഴും ഇതൊന്നും ഇല്ലാതെയും വരാം. റിസ്ക് ഫാക്ടർ റിഡക്ഷൻ, റിസ്ക് ഫാക്ടർ മോഡിഫിക്കേഷൻ. നമ്മൾ സഡൻ ഡെത്ത് ഡ്യൂ ടു കാർഡിയാക് കോസ് പ്രിവെന്റ് ചെയ്യണമെങ്കിൽ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, അത് പ്രിവെൻഷനാണ്. അന്ന് ഈ ബാംഗ്ലൂരിലൊക്കെ എല്ലാവരും CT ആൻജിയോ ചെയ്യുന്നതിനെ പറ്റിയൊക്കെ പ്രൊമോട്ട് ചെയ്തു. അതിനെപ്പറ്റി അതൊരു നല്ല പ്രവണതയാണെന്ന് തോന്നുന്നു. അതൊരു നല്ലൊരു പ്രവണതയല്ല. CT ആൻജിയോ ചെയ്താലും ചിലപ്പോൾ CT ആൻജിയോ ചെയ്യുമ്പോൾ ചെറിയ ബ്ലോക്കുകൾ കാണുമ്പോൾ ആ രോഗി കുറച്ചും കൂടെ ബോധവാന്മാരാവും. അപ്പം അങ്ങനെയുള്ള രോഗി അവരുടെ ഈ റിസ്ക് ഫാക്ടേഴ്സ്, അവരുടെ ബ്ലഡ് പ്രഷർ, ബ്ലഡ് ഷുഗർ, ബ്ലഡ് കൊളസ്ട്രോൾ നോക്കി പരിശോധിച്ച് അത് പിന്നെ പരിധിക്കുള്ളിലാണോ നോക്കണം. പിന്നെ ജീവിതശൈലിയിലെ മാറ്റങ്ങൾ വേണം. ആഹാര നിയന്ത്രണം, വ്യായാമം, ദുശീലങ്ങൾ ഒഴിവാക്കുക, ഇതെല്ലാം വളരെ പ്രാധാന്യമാണ്. ഇതിനകത്ത് ഈ സ്ട്രെസ് ഉള്ള ഇപ്പം നമ്മുടെ ജോലി ആയാലും ഈ നടന്മാരുടെ ആയാലും കലാകാരന്മാരുടെ ആയാലും ഈ പൊളിറ്റീഷ്യൻസിൻ്റെ ആയാലും ഹൈ സ്ട്രെസ് ജോബാണല്ലോ. ഇവർ പ്രത്യേകം കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് ബോധവാന്മാരാകണം. ഈ സ്ട്രെസ്സുള്ള ജോബ് ഉണ്ടെങ്കിലും അണ്ടർലൈൻ അവർക്ക് ഈ സ്ട്രെസ്സൊക്കെ ഒരു സെക്കൻഡറി ഫാക്ടറാണ്. ഇപ്പോൾ സ്ട്രെസ്സുള്ള രോഗികൾ ചിലപ്പോൾ അവർ ദുശീലങ്ങളോട്ട് വഴുതി വീഴാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഭക്ഷണ രീതിയിൽ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്, അവർ വ്യായാമത്തിൻ്റെ സാധ്യതയുണ്ട്. പിന്നെ സ്ട്രെസ്സുള്ള രോഗികൾക്ക് പ്രഷറൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാം അത് തന്നെ അടിസ്ഥാന. പക്ഷേ നമുക്ക് സ്ട്രെസ്സിനെക്കാട്ടി ഏറ്റവും പ്രധാനം നമ്മുടെ ആഹാര രീതി, പ്രത്യേകിച്ച് ഹൃദയാരോഗ്യത്തിന് സഹായമാകുന്ന ഭക്ഷണ രീതി പരിപാലിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളതാണ്. അത് ചെറുപ്പകാലം മുതൽ ഈവൻ അഡോളസൻ്റ് ഏജ് മുതൽ തന്നെ നമ്മുടെ ഹൃദയാരോഗ്യത്തിന് സഹായമാകുന്ന ഭക്ഷണ രീതി പാലിക്കണം. അതൊന്ന് പൊതുവെ വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ കുറയ്ക്കുക, ഉപ്പിൻ്റെ അളവ് നിയന്ത്രിക്കുക, ഭക്ഷണത്തിനകത്ത് കൂടുതൽ പഴങ്ങൾ, പച്ചക്കറികൾ ഉൾപ്പെടുത്തുക, മത്സ്യം ധാരാളം കഴിക്കുക, എണ്ണയുടെ അളവ് കുറയ്ക്കുക. പിന്നെ ദിവസം അരമണിക്കൂർ വെച്ച് ആഴ്ചയിൽ 5 ദിവസമെങ്കിലും നമ്മുടെ എന്തെങ്കിലും ഒരു വ്യായാമം, നടത്തമോ സൈക്കിൾ ചവിട്ടോ എന്തെങ്കിലും ഒരു വ്യായാമം ലോകാരോഗ്യ സംഘടന തന്നെ നിഷ്കർഷിക്കുന്നുണ്ട്. പിന്നെ പുകവലി ഒഴിവാക്കുക. ഈ 3 കാര്യം വളരെ പ്രാധാന്യമാണ്. നവാസിന്റെ കാര്യം പറഞ്ഞാൽ പുള്ളിയുടെ ഏതോ ഒരു ഡോക്ടറുമായിട്ട് വിളിച്ച് രാവിലെ എന്തോ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പുള്ളി അത് ഇഗ്നോർ ചെയ്തു. അത് എൻ്റെ ഒരു ഫ്രണ്ട് പണ്ട് ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, ബോംബെയിൽ ഒരു കാർഡിയോളജിസ്റ്റ് തന്നെ, പ്രസന്ന എന്ന് പറഞ്ഞുകൊണ്ട്. പുള്ളി രാവിലെ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നപ്പം എൻ്റെ ബാക്കി 3 ആൻജിയോപ്ലാസ്റ്റി ഇന്ന് ചെയ്ത ശേഷം ECG എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഇഗ്നോർ ചെയ്യാനുള്ള ടെൻഡൻസി പ്രത്യേകിച്ച് ഈ ഹൈ ജോബ് അല്ലെങ്കിൽ ഹൈ സ്ട്രെസ്സും അല്ലെങ്കിൽ ഇത്രയും കടുത്ത ജോലി ചെയ്യുന്നവർക്ക് ഉണ്ടാവാറുണ്ട്. അതൊരു എങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം? അതെ, നമുക്ക് പ്രത്യേകിച്ച് ഒരു പ്രായം കഴിയുമ്പോൾ ഒരു 40 വയസ്സ് കഴിഞ്ഞ രോഗിയിൽ ഒരു നെഞ്ചിന് അസ്വസ്ഥത വരുമ്പോൾ അത് ഗ്യാസാന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നത് നല്ലൊരു കാര്യമല്ല. എന്തായാലും അടുത്തൊരു ആശുപത്രി പോയി ECG എടുത്ത് ഒരു ഡോക്ടറെ കണ്ടിട്ട് അത് ഹൃദ്രോഗം മൂലമുള്ള നെഞ്ചുവേന എന്നുള്ളത് തീർച്ചപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമുക്കറിയാം നമ്മുടെ ഒരു എമർജൻസി റൂമിൽ ഒരു 100 പേര് നെഞ്ചുവേന വന്നു കഴിഞ്ഞാൽ അതിൽ 90% ആൾക്കാർക്ക് അത് ഹൃദ്രോഗമല്ല, പക്ഷേ 10% ആൾക്കാർക്ക് അത് ഹൃദ്രോഗത്തിൻ്റെ വേദനയാവാം. പക്ഷേ ഹൃദ്രോഗത്തിൻ്റെ വേദനയാണെങ്കിൽ അത് നമ്മൾ അടിയന്തര ചികിത്സ ചെയ്തില്ലെങ്കിൽ അത് മാരകമാവാം.
അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ തന്നെ ഞാൻ അറിഞ്ഞത് അദ്ദേഹത്തിന് അന്ന് രാവിലെ എന്തൊരു അസ്വസ്ഥ പോലെ വന്നു, ഡോക്ടറെ വിളിച്ചിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞിരുന്നത്. അപ്പോൾ അത് ആ ഒരു സമയത്ത് തന്നെ ആ പുള്ളി പോയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതൊരു അതെ, ആ സമയത്ത് ECG എടുത്ത് അത് ഹൃദ്രോഗത്തിൻ്റെ സൂചന ഉണ്ടായിരുന്നെങ്കിൽ അടിയന്തര ചികിത്സ ചെയ്തിരുന്നെങ്കിൽ നല്ലതായ കാര്യം. പ്രത്യേകിച്ച് കേരളം പോലത്തെ സ്ഥലത്ത് എല്ലാ ജില്ലകളിലും ഈവൻ റിമോട്ടായ വയനാട്ടിലും ഇടുക്കിയിലും പോലും ഇത്തരം സൗകര്യങ്ങളുള്ളപ്പോൾ നമുക്ക് അത് നിഷേധിക്കപ്പെടുന്നു അല്ലെങ്കിൽ ചികിത്സ നിഷേധിക്കപ്പെടുന്നെങ്കിൽ അത് വളരെ മോശമായൊരവസ്ഥയാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഈ യുവജനങ്ങളിൽ ഒരു ചെറിയ രോഗലക്ഷണങ്ങൾ പോലും സംശയത്തിൻ്റെ ആനുകൂല്യം കൊടുത്ത് നിങ്ങൾ ഒഴിവാക്കുന്നതിന് പകരം ചികിത്സ നേടുകയാണെങ്കിൽ മരണം ഒഴിവാക്കുക മാത്രമല്ല, അവർക്ക് ഭാവിയിൽ ഇതൊരു കുടുംബത്തിൻ്റെ മാത്രം ഒരാളിൻ്റെ വ്യക്തിയുടെ പ്രശ്നമല്ല, ഒരു സമൂഹത്തിന് തന്നെ മുതൽക്കൂട്ടാവുന്ന രീതിയിൽ കേരളവും ജനങ്ങളും വളരേണ്ടത് അത്യാവശ്യമാണെന്നാണ് മനു പറഞ്ഞു വരുന്നത്. മെഡിട്രീന ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽസ്.